പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രോഗ്രാമബിൾ കറണ്ട് സ്വിച്ച്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടറിൻ്റെ കറണ്ടിൽ വരുന്ന വേരിയേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഇതിന് പ്രൈസ് കുറവാണ്. ഈ സീറ്റ് കോയിലാണ് അതിൻ്റെ കറണ്ട് സെൻസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതിനി ഒരു മോട്ടറിൽ കണക്ട് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. GSM മൊഡ്യൂൾ അല്ലെങ്കിൽ മൊബൈൽ യൂണിറ്റ് ഒക്കെ ചെയ്യുന്ന പല പ്രമുഖ ബ്രാൻഡുകളുണ്ട്. നമ്മളൊരു സർവീസിൻ്റെ കാര്യമോ ഒരു സർവീസ് സപ്പോർട്ടോ ആരിൽ നിന്നും നമുക്കിപ്പോൾ കിട്ടാറില്ല. ഏതൊരു മോട്ടറും നമുക്കറിയാം ഫുള്ളായിട്ട് ലോ ഹെഡിൽ വർക്ക് ചെയ്താൽ അതിൻ്റെ ആംബിയർ കൂടും. ആംബിയർ 3.1 കൂടി മോട്ടർ ഓഫായി വരും. 1.9 ഇതാ മോട്ടർ ഓഫായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റ്ലാൻഡ് ടെക്നോളജി സർവീസസ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇവരുടെ ഒരു പ്രോഗ്രാമബിൾ കറണ്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഡിവൈസാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടറിൻ്റെ കറണ്ടിൽ വരുന്ന വേരിയേഷൻ, അതായത് മോട്ടർ എടുക്കുന്ന കറണ്ട് കുറവോ കൂടുതലോ, നോർമലി വെള്ളമില്ലാതെ ഓടുവോ അല്ലെങ്കിൽ മോട്ടറിൽ എന്തെങ്കിലും സ്റ്റെക്ക് എന്തെങ്കിലും വന്നിട്ട് ഓവർലോഡ് എന്തെങ്കിലും വരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് മോട്ടറിനെ ഓഫാക്കി കളയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡിവൈസ്. നമ്മൾ ഇതേപോലുള്ള ഡിവൈസുകൾ പല ഫോർമാറ്റിലുള്ള ഡിവൈസുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ കൂടെ വരുന്ന ഡിവൈസ്, ഫ്ലോട്ട് പിടിപ്പിക്കാവുന്നത്, സെൻസർ പിടിപ്പിക്കാവുന്നത്, അങ്ങനെ മെയിൻലി ഇതെല്ലാം ഒരു വാട്ടർ ലെവൽ കൺട്രോളറായി ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള ഡിവൈസുകളിലാണ് ഈ ഒരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ചെറിയ യൂണിറ്റിൽ ഒന്നാമത്തെ കാര്യം ഇതിന് പ്രൈസ് കുറവാണ്. 1500 രൂപയും കൊറിയർ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് വാങ്ങാം. ഞാനൊരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഞാൻ ആളുടെ നമ്പറും കൊടുക്കാം. അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ മോട്ടറിന് ഇപ്പോൾ നിങ്ങളുടെ 6000 7000 10000 രൂപയുള്ള മോട്ടറുകൾക്ക് ഇതേപോലെ ഒരു 1500 രൂപയുടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ മോട്ടർ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എല്ലായിടത്തും സംഭവിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് കറണ്ടെല്ലാം ഒരുപാട് കൂടി ഷോർട്ടായി ഡ്രിപ്പായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയാറ്. അപ്പോൾ അതേപോലുള്ളൊരു വേരിയേഷൻ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് വേരിയേഷൻ അറിയാം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കറണ്ടിൽ നിന്ന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമസ്കാരം സുഹൃത്തുക്കളെ. എൽദോസ് എന്ന് പരിചയപ്പെടുത്തിയ മാതിരി ഒരു പ്രോഡക്റ്റ്, അതായത് വെസ്റ്റ്ലാൻഡ് ടെക്നോളജി സർവീസസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. എൽദോസ് പറഞ്ഞത് ഒരു സിമ്പിളായിട്ട് മോട്ടറിൻ്റെ ഒരു സ്വിച്ചിങ് ഡിവൈസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതായത് ഹൈ ആംബിയർ, ലോ ആംബിയർ ഈ രണ്ട് കേസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കിത് ആപ്ലിക്കബിൾ ആവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് മോട്ടർ ആയിക്കോട്ടെ, 3 ഫേസ് മോട്ടർ ആയിക്കോട്ടെ, ബോർവെൽ ഓപ്പൺ വെൽ ആയിക്കോട്ടെ, സാധാ മോണോബ്ലോക്ക് ആയിക്കോട്ടെ, അതുപോലെ ഏത് ടൈപ്പ് മോട്ടറിനും നമുക്ക് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണിത്. ഇത് 3 വേരിയൻറ്റുകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇത് ഡയറക്റ്റ് മോട്ടറിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലും, അതുപോലെ സ്റ്റാർട്ടർ വഴി കണക്ട് ചെയ്യാവുന്ന രീതിയിലും, 3 ഫേസിന് സ്പെഷ്യൽ യൂണിറ്റ്, അതും സ്റ്റാർട്ടറിലേക്ക് തന്നെ 3 ഫേസ് സ്റ്റാർട്ടറിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ്. സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത യൂണിറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻസ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. മറ്റത് വേറൊന്നുമില്ല, ന്യൂട്രൽ ഫേസ് ഡയറക്റ്റ് ഇൻ കൊടുത്തു, ഡയറക്റ്റ് ന്യൂട്രൽ ഫേസ് ഔട്ട്പുട്ട്. അതിൽ ഫേസ് ഔട്ട് പോകുന്നത് ഈ സീറ്റ് കോയിൽ വഴിയായിരിക്കും. ഇതൊരു സീറ്റ് കോയിലാണ്. ഈ സീറ്റ് കോയിലാണ് അതിൻ്റെ കറണ്ട് സെൻസ് ചെയ്തിട്ട് സ്വിച്ചിങ്ങിന് കൊടുക്കുന്നത്. ഒരു 30 ആംസ് വരെ സ്വിച്ചിങ് കപ്പാസിറ്റിയുള്ള സെൻസിങ് കപ്പാസിറ്റിയുള്ള സീറ്റാണിത്. അപ്പോൾ നമുക്കിത് ഇനി ഒരു മോട്ടറിൽ കണക്ട് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ബ്രാൻഡായ ക്ലാസിക്കിൻ്റെ ടെസ്റ്റിംഗ് മോട്ടർ. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ക്ലാസിക്കിൻ്റെ ടെസ്റ്റിംഗ് മോട്ടർ, പ്രീമിയം റേഞ്ചിലുള്ള ടെസ്റ്റിംഗ് മോട്ടറാണ്. എന്നെക്കൊണ്ട് എന്തിനും പറ്റും എന്നുള്ള ഒരു നേച്ചറിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് പാനൽ ബോർഡിന് സ്വിച്ച് ചെയ്യാനുള്ള യൂണിറ്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ലൂപ്പിംഗ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഡയറക്റ്റ് മോട്ടറിന് കൊടുക്കാവുന്ന ടൈപ്പ് യൂണിറ്റാണ്. മറ്റൊരു കണക്ഷനുമില്ല. ന്യൂട്രൽ ഫേസ് ഇന്ന്, ന്യൂട്രൽ ഫേസ് ഔട്ട്, അങ്ങനെ 2 കണക്ഷനേ ഇതിനകത്ത് വരുള്ളൂ. ഇതിപ്പോൾ പാനൽ ബോർഡിൻ്റെ നോവോൾട്ട് കോയിലേക്കുള്ള സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള, അതായത് സബ്മേഴ്സിബിൾ പമ്പിന്, ഓപ്പൺ വെൽ, ബോർവെല്ലിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള കോൺടാക്ട് ടൈപ്പ് പാനൽ ബോർഡിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണിത്. അതുകൊണ്ടാണ് ഈ കണക്ഷൻ ഇവിടെ ലൂപ്പിംഗ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് മോട്ടറിലേക്ക് തന്നെയാണ് വയറുകൾ പോകുന്നത്. ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, മോട്ടർ ഓഫ് ആവുന്ന കണ്ടീഷനും എല്ലാം നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ മോട്ടർ റണ്ണാണ്. 2.9 ആംസിൽ മോട്ടർ ഓടുകയാണ്. 1/2 HP മോട്ടറാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്ങിന് അതിൻ്റെ കാര്യങ്ങൾ പറയാം.
ഇതാ ഈ സെറ്റ് ബട്ടണിൽ വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് എന്ന് വരും. സെറ്റ് എൽ, അതായത് വെയിറ്റ് ചെയ്യുക. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലോ ആംബിയർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 2 ആംസിനാണ് നമ്മൾ ലോ ആംബിയർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഇൻക്രീസിൽ നമുക്ക് കൂട്ടുകയോ ഡിക്രീസിൽ കുറയ്ക്കുകയോ ചെയ്യാം. INC DEC. അപ്പോൾ അത് നമ്മൾ 2 ആംസിൽ സെറ്റ് ചെയ്തു. 2 ആംസിൽ വീണ്ടും സെറ്റ് ബട്ടൺ. പിന്നെ ലോ ടൈമറാണ്. അത് എത്ര സെക്കൻഡ് ലോ ആംബിയറായി വർക്ക് ചെയ്യണമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ 2 സെക്കൻഡാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ ഡിക്രീസ് ബട്ടണിൽ കുറയ്ക്കാം. ഇൻക്രീസ് ബട്ടണിൽ നമ്മളൊരു 3 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്തു. അടുത്തത് സെറ്റ് ഹൈ, ഹൈ ആംബിയറാണ്. ഇപ്പോൾ 3 ആംബിയറാണ് ഈ മോട്ടറിൻ്റെ ഹൈ ആംബിയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3.24 എന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിക്രീസും ചെയ്യാം. നമ്മൾ 3 ആംബിയറിൽ വീണ്ടും സെറ്റ് ചെയ്തു. ഇനി ഹൈ ആംബിയർ ടൈമറാണ്. ആ ടൈമറും അതുപോലെ തന്നെ 2 സെക്കൻഡ് 3 സെക്കൻഡ് ആണ് ഹൈ ആംബിയറായിട്ട് മോട്ടർ റൺ ചെയ്യുള്ളൂ. 3 സെക്കൻഡിനുള്ളിൽ മോട്ടർ ഓഫ് ആവും. കറക്റ്റ് 3 സെക്കൻഡിന് അതും സെറ്റ് ചെയ്തു. ഡൺ. ഇത്രയാണ് ഇതിൻ്റെ സെറ്റിംഗ് ഫങ്ഷൻ ഉള്ളൂ. മോട്ടർ ഓണായി. ഇനി ഇതിൻ്റെ ഹൈ ആംബിയർ ലോ ആംബിയർ റേഞ്ച് വർക്കാണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഏതൊരു മോട്ടറും നമുക്കറിയാം ഫുള്ളായിട്ട് ലോ ഹെഡിൽ വർക്ക് ചെയ്താൽ അതിൻ്റെ ആംബിയർ കൂടും. അപ്പോൾ ഈ മോട്ടർ നമ്മളൊരു വാൽവ് വെച്ച് കൺട്രോൾ ചെയ്ത് ഒരു ഹാഫ് പൊസിഷൻ ക്ലോസ് ചെയ്താണ് ഇപ്പോൾ ഈ മോട്ടറിനെ ലോഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ വാൽവ് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ആംബിയർ വേരിയേഷൻ നോക്കിക്കൊള്ളുക. ഇപ്പോൾ 2.8 ആണ് നിൽക്കുന്നത്. ഞാൻ ഇത് വാൽവ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അല്ല ഇതാ ആംബിയർ 3.1 കൂടി മോട്ടർ ഓഫായി പോയി. വെറും 3 സെക്കൻഡ് കൊണ്ട് മോട്ടർ ഓഫായി പോയി. ഒന്നുകൂടെ ക്ലിയർ ആയോ? ഇനി ഇതിൻ്റെ പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാനൽ റീസെറ്റായി. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓൺ ചെയ്തു. ഇതാ 2.5. വാൽവ് ഇത്തിരി കൂടെ ക്ലോസ് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ടാണ് 2.5 വന്നത്. ഞാൻ വാൽവ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നോക്കൂ, ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നോക്കൂ. ആംബിയർ കൂടി വാൽവ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ആംബിയർ കൂടി വരുന്നത് കാണാം. 2.8, 2.9, 3 ഫുൾ ഓപ്പണായി. F3 മോട്ടർ ഓഫായി പോയി. ഇനി നമുക്കിതിൻ്റെ തന്നെ വാൽവ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് മോട്ടറിൻ്റെ ലോ ആംബിയർ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ 2 ആണ് നമ്മൾ ലോ ആംബിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡിസ്പ്ലേയിൽ. ഇനി ഞാൻ ഈ വാൽവ് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇതാ ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് ആംബിയർ അവിടെ കുറഞ്ഞു വന്ന് 2.2 ആയി, 2.1 ആയി, 1.9. ഇതാ മോട്ടർ ഓഫായി. അത് F1.9. ഇതിങ്ങനെ ഫ്ലക്കർ ചെയ്ത് നിൽക്കും. അപ്പോൾ അത് മോട്ടർ ആംബിയർ കുറഞ്ഞിട്ടാണോ ഓഫായതെന്ന് അതോ കൂടിയിട്ടാണോ ഓഫായതെന്ന് നമുക്ക് ആ ഡിസ്പ്ലേയിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ മോട്ടർ വർക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഒരു മാർഗ്ഗവും അതിൻ്റെ പാനൽ ബോർഡിൽ ഇന്നില്ല. ഹൈ ആംബിയർ ആയിട്ടാണോ ലോ ആംബിയറിലാണോ വെള്ളം ഇല്ലാതാണോ വർക്ക് ചെയ്യണേ എന്നുള്ള യാതൊരു സ്റ്റാറ്റസ് നമുക്കറിയില്ല. ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ പലരും മോട്ടർ ഓൺ ചെയ്താണ് മോട്ടർ ബേൺ ചെയ്ത് പോകാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡിവൈസ് വളരെ ഉപകാരമായിരിക്കും മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ സമ്പുകളിലൊക്കെ, അതായത് സമ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചിലയിടത്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ചെറിയ ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റേജായിട്ട് ഓവർ ഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് ആ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ ഓഫാവില്ല. അങ്ങനെയുള്ളിടത്തൊക്കെ ഈ ടൈപ്പ് യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഫ്ലോട്ട് കൺട്രോൾ സിസ്റ്റമാണ്. ആ ഫ്ലോട്ട് കൺട്രോൾ സിസ്റ്റം വരുമ്പോൾ ഏകദേശം 2000 സംതിങ് രൂപയിൽ മുകളിൽ അതിൻ്റെ കേബിള് കാര്യങ്ങൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇതെല്ലാം 2 ഫ്ലോട്ട് ഉപയോഗിക്കണം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഇതൊന്നും വേണ്ട, നമ്മുടെ ആ പാനൽ ബോർഡിനോട് തന്നെ വളരെ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനെയുള്ളിടത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഓപ്പൺ വെല്ല് സമ്പിൽ മാത്രമല്ല, നമ്മുടെ സാധാ കിണറിൽ ഉപയോഗിക്കേണ്ടാലും കിണറിൽ വെള്ളം പറ്റി പോകുന്ന ഒരു സാഹചര്യമുള്ള കിണറാണെങ്കിൽ ഈ യൂണിറ്റ് അവിടെ നമുക്ക് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഇതിന് ഡയറക്റ്റ് ഇപ്പോൾ സിംഗിൾ ഫേസ് മോട്ടർ 1.5 HP വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. 20 ആംസ് മൊഡ്യൂൾ റിലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 HP ആ മോണോബ്ലോക്ക് വരെ ഡയറക്റ്റ് യൂണിറ്റിൽ നിന്ന് സ്വിച്ച് ചെയ്യിക്കാം. അതിന് വേറെ സ്റ്റാർട്ടറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല.
അതാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം. ബിനിച്ചേട്ടൻ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് മോട്ടർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൽവ് അടച്ചു, നമ്മുടെ കറണ്ട് കൺസപ്ഷൻ 1.9 ആയി, 3 സെക്കൻഡായി, മോട്ടർ ഓഫായി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിസ്റ്റം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കത് എന്തുകൊണ്ടാണ് ഓഫായി കിടന്നത് നമ്മൾ പിന്നീടാണെങ്കിലും വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അത് ഏത് ആംബിയറിലാണ് അത് ഓഫായി എന്നുള്ളത് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ ഈസിയാണ് എന്തുകൊണ്ടാണ് മോട്ടർ ഓഫായി പോയതെന്നുള്ളതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ഇവരുടെ ഞാൻ ഇതിനു മുമ്പ് അവരുടെ മൊബൈൽ യൂണിറ്റുകളുണ്ട്, അതായത് GSM മൊഡ്യൂൾ ഉപയോഗിച്ച് ഫോൺ ചെയ്ത് ഓണാക്കാവുന്ന യൂണിറ്റുകളുടെ എല്ലാം ഡെമോ എനിക്ക് ഇതിനു മുമ്പ് അവർ തന്നിരുന്നു. എല്ലാം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് അവർ അതിനുവേണ്ടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഇതിലൊരു ഇടനിലക്കാരനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവരിൽ നിന്ന് വാങ്ങാം. കാരണം ഇതൊരു 1500 രൂപ റേഞ്ചിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനൊരു മീഡിയേറ്ററായിട്ട് നിന്ന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ വന്ന് നമുക്കൊരു ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് പറ്റാത്ത റേഞ്ചിലേക്കുള്ളൊരു വിലയായി പോകും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ നമ്പറും ഡീറ്റെയിലൊക്കെ കൊടുക്കാം, നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ആൾ നല്ല സർവീസും സപ്പോർട്ടൊക്കെ തരുന്നതാണ്. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഈ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ചെറിയ കമ്പനികളെയും ഇതേപോലെയുള്ള പുതിയ ആൾക്കാരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്കറിയാവുന്ന പല പ്രമുഖ ബ്രാൻഡുകളിലും വരുന്ന പ്രശ്നം നമുക്കറിയാം. ഇപ്പോൾ GSM മൊഡ്യൂൾ അല്ലെങ്കിൽ മൊബൈൽ യൂണിറ്റൊക്കെ ചെയ്യുന്ന പല പ്രമുഖ ബ്രാൻഡുകളുണ്ട്. നമ്മളൊരു സർവീസിൻ്റെ കാര്യമോ ഒരു സർവീസ് സപ്പോർട്ടോ ആരിൽ നിന്നും നമുക്കിപ്പോൾ കിട്ടാറില്ല. അതുപോലെ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ സംരംഭകരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു സർവീസ് കിട്ടും, നല്ല ക്വാളിറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്